പലരും സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്താ പറയുക പ്രചരിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. അല്ല ഈ മാസം ഉണ്ട് തിരിച്ചു പോകുന്നുണ്ട്, അടുത്ത് പോകുന്നുണ്ട്. ഡേറ്റ് പറയുന്നില്ല, അത് കാരണം ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് വെച്ച് എനിക്ക് ന്യൂമോണിയയുടെ ഫസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഒന്ന് ഫസ്റ്റ് എടുത്തതാണ്. വീട്ടിൽ ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിപ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞു. അതെ കാണുന്നു, ഒരുപാട് ഒരു വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത് ഇനിയിപ്പോൾ പോകുന്നുണ്ട്. മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു ബാലി ആവാനാണ് ചാൻസ്. അപ്പോൾ ഈ മാസം എന്തായാലും ഒരു ട്രിപ്പ് ഉണ്ടാവും. കുഴപ്പമില്ല. അപ്പം അല്ല അങ്ങനെ അതെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് നമ്മൾ പോകുന്നുള്ളൂ. സോ ഇപ്പോൾ അല്ല എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്താ പറയുക പ്രചരിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബേസിസിൽ അറിവില്ലായ്മ കാരണം പലരും സ്റ്റോറീസ് ഇടുന്നതായിട്ടും കണ്ടു. അപ്പം നമ്മുടെ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നതെന്നുള്ള പല കാര്യങ്ങളും നമ്മുടെ മീഡിയാസ് പോലും കറക്റ്റായിട്ട് ആയിരിക്കത്തില്ല കൊടുക്കുന്നത്. സോ അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്തെങ്കിലും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പലരും എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സാധാരണക്കാരെത്തുമ്പോൾ അത് ജഡ്ജ് ചെയ്യും. ചിലർ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരും കാണും. സോ വെറുതെ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ അല്ലല്ലോ, ന്യൂസ് ചാനൽ തന്നെയല്ലേ ചെയ്യുന്നത്. അതെ ഞാൻ പറഞ്ഞ ന്യൂസ് ചാനലും അതാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എല്ലാ ന്യൂസ് ചാനലും അല്ല, പല ന്യൂസ് ചാനൽസിലും ഇതേപോലെ കറക്റ്റായിട്ടുള്ള ഡേറ്റ് ആയിരിക്കും, ഇൻഫർമേഷൻ ആയിരിക്കത്തില്ല അവർ പാസ് ചെയ്യുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം സീക്രട്ടായിട്ടാണ് വെക്കുന്നത്. അവരെപ്പോഴും വന്ന് മീഡിയയുടെ അടുത്ത് വന്ന് പറയത്തില്ല. പക്ഷേ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ടുള്ള നമ്മുടെ എന്താ പറയുക ലേഡി കാനൽസ് ആയിട്ടുള്ള കുറച്ച് പേര് വന്ന് പറഞ്ഞത് പ്രോപ്പറായിട്ടുള്ള അവിടെ മിഷനും കാര്യങ്ങളാണ് പറഞ്ഞത്. അതേപോലെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്താൽ മാത്രം അത് നമ്മൾ വിശ്വസിക്കുക. അല്ലാതെ ഇങ്ങനെ അവിടെ ഇത് ചെയ്തു ഇതിങ്ങനെ നടന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വെറുതെ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ ബേസിസിൽ കുറേ പേര് എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ റീസെൻ്റ്ലി കണ്ടായിരുന്നു. അത് ആക്ച്വലി സത്യം പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ടാണ് അതിൻ്റെ ബേസിസ് അല്ലേ. ശ്രദ്ധിച്ചില്ല നിങ്ങൾക്ക്? ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം അതുവഴി അവർക്ക് റീച്ച് വെറുതെ കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പേര് പറയണ്ട, പൊതുവേ ന്യൂസ് കാണാറുണ്ടോ? ഞാൻ ന്യൂസ് കാണാറുണ്ട്. ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിഷമകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അതിനാണ് നമ്മുടെ എന്താ പറയുക ഗവൺമെൻറ്റും നമ്മുടെ സിസ്റ്റവും കാര്യങ്ങളെല്ലാം ഉള്ളത്. സോ അവർ നമ്മളെ ടേക്ക് കെയർ ചെയ്തോളൂ. ഡിഫെൻസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞാൽ അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ മാല ഇതാണോ, ഡയമണ്ട് ആണോ? ചെറുതായിട്ട് റോബിൻ ചേട്ടൻ കല്യാണത്തിന് ശേഷം ഡയമണ്ട് കൊടുത്തുന്നൊക്കെ അല്ലല്ല, റോബിൻ ചേട്ടൻ കല്യാണത്തിന് ശേഷം സ്നേഹം കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളെ കല്യാണത്തിൻ്റെ അന്ന് റിസപ്ഷൻ്റെ അന്ന് കുട്ടിക്കാലിൽ ചോദിച്ച ആൾക്കാരാണ്, മനസ്സിലായില്ലേ? അല്ലേ ബ്രോയാണ് ചോദിച്ചത്. കുട്ടിക്കാലിൽ കുഞ്ഞിക്കാല്. അപ്പം എന്താ അത് വീണ്ടും ചോദിക്കുന്നില്ല. അതെ അല്ല, സമയമാകുമ്പോൾ എല്ലാം അതിൻ്റെതായിട്ടുള്ള സമയത്ത് നടക്കും, അത്രേ ഉള്ളൂ. അപ്പൂപ്പനും അമ്മനെ ആവട്ടെ, അച്ഛനും അമ്മയല്ലേ ഇപ്പം. ആഗ്രഹമുണ്ട് അവർക്ക് ഓൾറെഡി അപ്പൂപ്പനും അമ്മൂമ്മമാരാണ്. അതെ, അവളെ സിസ്റ്ററിന്റെ മോളുണ്ടല്ലോ. താങ്ക് യു ബ്രോ, താങ്ക് യു ഒരുപാട് സന്തോഷം. വേറെ ഒന്നുമില്ലല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ യാത്രയുടെ പോസ്റ്റില് കുഞ്ഞു പിള്ളേരെ പോലെ അതെ അങ്ങനെയാണോ? അല്ല, ആരതി ബേസിക് ഞാൻ പറയില്ല, ആരതി എന്ന് പറഞ്ഞ ഒരു വ്യക്തി മീൻസ് എന്താ പറയുക പബ്ലിക്കിൽ അല്ലെങ്കിൽ സോഷ്യലൈസ് ചെയ്യുമ്പം ഉള്ളത് ആ ഒരു രീതിയിലായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ പേഴ്സണൽ സ്പേസിൽ പുള്ളിക്കാരി നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുട്ടിയായിട്ടിരിക്കും. അതെ, സിസ്റ്ററിന് ഏതാണ് ഇഷ്ടം? കുഞ്ഞായിട്ടുള്ള ആളിനെയാണോ? അതെ, അങ്ങനെയല്ല, എല്ലാവരും അവരുടെ ഒരു കംഫർട്ട് സോണിൽ അല്ലെങ്കിൽ ഒരു ആ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിളിൽ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ വേറൊരു രീതിയായിരിക്കും. അൺനോൺ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് ചിലപ്പോൾ അത്രയും ഫ്രണ്ട്ലിയായിട്ട് അല്ല ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ ബേസിക്കലി ഞാൻ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ കൺട്രോൾ ആയില്ലേ. പണ്ടത്തെ പോലെ ഇപ്പൊ ബഹളമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്തേ അതെ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ ഒരിക്കലും എൻ്റെ അഗ്രഷൻ ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഞാൻ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു, ഭയങ്കര ബഹളവും കാര്യങ്ങളായിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പം അതൊക്കെ കുറേ പേർക്ക് എന്താ പറയുക ലൈക്ക് എന്തിനാണ് ഒരു ഡോക്ടറായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു.
ഞാനും ചിന്തിച്ചു ഇത് മാറ്റിയെടുത്തത് പൊടിയാണോ ശരിക്കും ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ? അല്ല അങ്ങനെയല്ല, പൊടിക്ക് അതിലൊരു പങ്കുണ്ടെങ്കിലും മെയിനായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അല്ലേ. ഇപ്പോൾ ബ്രോ ഇപ്പോൾ സിഗരറ്റ് വലിക്കുമെന്നുണ്ടെങ്കിൽ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ബ്രോ തന്നെ വിചാരിക്കണ്ടേ അല്ലേ. ചാനലിൻ്റെ പേര് പറയട്ടെ. ഓക്കെ, സോ അതാ പറഞ്ഞ എൻ്റെ അഗ്രഷൻ ഒരിക്കലും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അത് കുട്ടികൾ ഒരിക്കലും അത് അനുകരിക്കുകയും ചെയ്യരുത്, അത് അക്സെപ്റ്റും ചെയ്യരുത്. അതെൻ്റെ ഒരു നെഗറ്റീവ് ക്വാളിറ്റിയാണ്. അത് മാക്സിമം ഞാൻ മാറ്റാനും ഇമ്പ്രൂവ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. സോ ഒരിക്കലും അഗ്രഷൻ ഇഷ്ടപ്പെടരുത്, അത്രേ ഉള്ളൂ. ഒരു ജെന്യുവിനായിട്ടുള്ള ഒരു എക്സ്പ്രഷനായിട്ട് ആൾക്കാർ കാണുന്ന. അതെ, ദേഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഫേക്കായിട്ട് ചെയ്യാൻ പറ്റില്ല. ദേഷ്യം വന്ന ദേഷ്യം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ചില സാഹചര്യം അനുസരിച്ച് നമ്മൾ മാറുക, അത്രേ ഉള്ളൂ. പൊടി പൂർണ്ണമായിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുന്നില്ലെങ്കിലും കുറച്ചൊന്നും അകലം പാലിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ. അതെങ്ങനെ ആ ലൈഫ് എങ്ങനെയുണ്ട്? സമാധാനമുണ്ട്. പക്ഷേ റോബിൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ കൂടി വളർന്നു വന്ന ഒരാളാണ്. അതെ, അത് പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും കൂടെ മിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നമുക്ക് നമ്മുടെ വെഡ്ഡിങ്ങിലാണെങ്കിലും കുറച്ച് പ്രൈവസി വെച്ചത് എൻഗേജ്മെൻറ്റിലുണ്ടായ എക്സ്പീരിയൻസ് കാരണമുണ്ടാണ്. അല്ലാണ്ട് പേഴ്സണലി നിങ്ങളുടെ അടുത്ത് ആരുടെ അടുത്തും വിരോധം ഉണ്ടായിട്ടില്ല. നമ്മുടെ ലൈഫിൽ വൺ ടൈം മാത്രം ഉണ്ടാവുന്നൊരു സംഭവമാണ്. നമുക്കന്ന് നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് കുറച്ച് പ്രിയോറിറ്റി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ വെഡിങ്ങിന് ശേഷമുള്ള ലൈഫിൽ കുറച്ച് സമാധാനം കിട്ടണമെങ്കിൽ എൻ്റെ എൻഗേജ്മെൻറ്റിലെ എക്സ്പീരിയൻസും കൂടെ വെച്ച് നോക്കി. ഈ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ റോബിൻ ആവാനുള്ള കാരണവും ആണോ? മീഡിയ പിന്നെ അല്ലേ? അപ്പോൾ കുറേ സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നില്ലേ? എല്ലാവരും ഒരുവിധം എല്ലാവരും എല്ലാം ആക്കുന്നത് മീഡിയ ആണ്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ടാലൻറ്റ് എഫേർട്ട് ഒന്നും വേണ്ട. ഒരു സെക്കൻഡ് ഇതിൽ എന്നെ ഞാനാക്കിയതിൽ ഒരു മേജർ പങ്കും മീഡിയയ്ക്ക് തന്നെയാണ്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ എൻഗേജ്മെന്റ് ഒരു പേഴ്സണൽ കാര്യമായിരുന്നു അന്ന്. പക്ഷേ കുറച്ച് കുഴപ്പമില്ല, അതിപ്പോൾ അങ്ങനെ അത്രേ ഉള്ളൂ. അതാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. ഇപ്പോൾ ബ്രോ ആണെങ്കിലും കാര്യം പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും എന്നെ വളർത്തിയത് മീഡിയ അല്ലെന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം ഞാൻ ഇറങ്ങിയ സമയത്ത് എല്ലാ സ്ഥലത്തും വന്ന് നിങ്ങൾക്കാണെങ്കിലും കണ്ടന്റ് കിട്ടുന്നുണ്ടായിരുന്നു, ഇഷ്ടംപോലെ കണ്ടന്റ് കിട്ടുന്നില്ലായിരുന്നു. ഞാനിപ്പം എല്ലാത്തിൽ നിന്നൊന്ന് ബാക്ക് ഓഫ് ചെയ്ത് നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ് പയ്യെ ഓരോ കാര്യങ്ങൾ. പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ കുറച്ച് ലിമിറ്റേഷൻസ് വെച്ചാൽ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ട് പോകാം. അല്ല എന്ന് വെച്ചാൽ ലൈക്ക് എന്താ പറയാ, പണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, റിയൽ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ഞാൻ ഭയങ്കര ഓപ്പൺ ആണ്. അപ്പൊ എന്റെ ഇമോഷൻസ് ഭയങ്കര എക്സ്ട്രീം കൊടുക്കും. അപ്പോൾ ഓക്കെ. 1 2 3 4 5